എന്റെ മുത്തപ്പാ. 1 2 3 4 5. പേടിച്ചു പോയല്ലോടി. വരുന്ന വരവ് കണ്ട ഏതാണ്ട് കൊള്ളക്കാര് വരുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ കൊള്ളക്കാര് നിങ്ങളുടെ സമ്പാദ്യവും മണപ്പിച്ചോണ്ട് നടക്കല്ലേ. ഇങ്ങനെ 24 മണിക്കൂറും പണവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് പോകും. ഏറ്റവും വലിയ കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അതാരാടി? ആരാണത്? അച്ഛാ, ഇതാ ശമ്പളം. ഇത് എന്റെ ശമ്പളം 3000 രൂപ. ഇത് മീനുവിന്റെ ശമ്പളം 4500 രൂപ. അതെന്താടാ 4000 നീട്ടം? നീട്ടം കൂടിയത് കൊണ്ടാണല്ലോ പ്രേമിച്ചത് പട്ടത്തിയായിട്ടും കെട്ടിച്ചു കൊടുത്തത്. ഇവിടെ കിടന്നുകൊണ്ട് നട്ടം തിരിയുന്നത് ഞാനും. ഇപ്പൊ കുറവുണ്ടോ അച്ഛാ? കുറവുണ്ടോ നോക്കട്ടെ. ആ കവറ് കിടക്ക്. ഇത്തവണ കനം കൂടുതലുണ്ടല്ലോടി. കാണും ഇനിയുണ്ടാ നോക്കാം. അയ്യോ, ഇത് മുഴുവൻ ചില്ലറയാ. എന്താടാ ഇത്? എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ. കുടിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറയടാ കുരുത്തം കെട്ടവനെ. നിന്റെ കൊച്ചുങ്ങൾക്ക് പാല് മേടിച്ചു കൊടുക്കാൻ തികയോ ഇത്? നാണമില്ലല്ലോടാ. കുടുംബത്തിലെ മൂത്ത സന്തതി കൊണ്ടുവന്നിരിക്കുന്നു ശമ്പളം. അച്ഛാ, എനിക്കിത്തിരി ശമ്പളം കുറവായതുകൊണ്ടല്ലേ എന്നെ മാത്രം എല്ലാരും കൂടിയിട്ട് ചവിട്ടി തേക്കുന്നത്. നാളെ അച്ഛനും നല്ലത് വന്നാലും ചീത്ത വന്നാലും നോക്കാൻ ഞാൻ ഒരുത്തനെ ഉണ്ടാവും. കണ്ടല്ലോ, തന്തയെ ജീവനോടെ കക്കൂസിലിട്ട് മൂടിയപ്പോഴേ കണ്ടു. നല്ലപോലെ നോക്കുന്നവൻ നീയാണെന്ന്. ഇറങ്ങി പോടാ. എന്താടാ നോക്കിയിരിക്കുന്നത്? പോടാ. അച്ഛാ, എനിക്ക് ട്രെയിനിൽ സീസൺ ടിക്കറ്റ് എടുക്കാൻ 300 രൂപ വേണം. കൊണ്ടുവന്നതേ പിച്ചക്കാശ്. അങ്ങോട്ട് വേണ്ടത് 300 രൂപ. എടുത്തു കൊടുക്കണേ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നിന്റെ ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ശരീരം നല്ലവണ്ണം നോക്കണേ അച്ഛാ. നിന്റെ ശരീരം കേടാകാൻ നോക്കിയാ മതി. പോടാ. എടീ, ഇവനും എനിക്ക് തന്നെ പിറന്നതാണോ? അച്ഛാ, 200 രൂപ കുറവുണ്ട്. ഇടയ്ക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പോയി. 10-200 രൂപ ചെലവായി. ആരോട് ചോദിച്ചോണ്ടാ ചെലവാക്കിയേ? നിന്റെ കെട്ടിയവൻ പോലും ഒരു ചില്ലിക്കാശ് ചെലവാക്കാതെ മുഴുവൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു കല്യാണം നടത്താൻ ഞാൻ പെടുന്ന പാട് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. ദൈവത്തിനെല്ലാം അറിയാം. തർക്കുത്തരം പറയുന്നോ? തർക്കുത്തരൊന്നുമല്ല. എന്റെ ശമ്പളത്തിൽ നിർത്തി ചെലവാക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. കേട്ടില്ലേടി അവള് പറഞ്ഞു പോയത്? അഹങ്കാരി. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഇവളെ നമ്മുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല്ലെന്ന്. ഇത്രയും സാധനങ്ങളൂടി ഇനിയും വാങ്ങണം, അല്ലെങ്കിൽ തികയില്ല. തികയില്ല എന്ന് വെച്ച് വേലായുധൻ വിഷമിക്കണ്ട, മച്ചം ഇപ്പിങ്ങെത്തും. ഒരു കൈയൊന്ന് പിടിച്ചേ. എവിടെയായിരുന്നു മച്ചമ്പി ഇതുവരെ? സാധനങ്ങൾ എത്താതെ വേലായുധൻ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. തിരക്കൊഴിച്ചിട്ട് ചന്തയിലോട്ട് കേറാൻ പറ്റുമോ? ഉള്ള വില വാങ്ങില്ലേ അവന്മാര്? വിലയതാ ആവശ്യത്തിൽ കൂടെ സാധനം മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാം കൂടെ വെട്ടിയടിച്ചങ്ങ് തള്ളരുത്. മിച്ചമുള്ളത് തിരികെ കൊടുത്ത് കാശ് വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ മച്ചമ്പി? പിന്നെ വേണ്ടേ? ഈ മച്ചമ്പിയുടെ ഒരു ബുദ്ധി. അയ്യോ, ഇതൊന്നും നമ്മുടെ ബുദ്ധിയല്ല. അപ്പം ദൈവം നമുക്ക് ഉപദേശിച്ചു തരുന്നല്ലേ. എല്ലാം മുത്തപ്പന്റെ കടാക്ഷം. എന്താത് മച്ചമ്പി? എന്താ ഇത്? കല്യാണം നാളെയല്ലേ? ആരാ ഇവരൊക്കെ? അത് പെണ്ണിന്റെ ആൾക്കാരാ. നാളെ ബന്ധായത് കാരണം അവരല്ല ഇന്നേ ഇങ്ങോട്ട് പോന്നു. ഇനിയുണ്ട് 500 പേര്. എന്താ ചതിച്ചോ? രാവിലെ എത്തുന്ന വിചാരിച്ചതാ. അയത്തോട്ടിരുന്നട്ടെ. ആരോ നാരങ്ങ അവിടെ കൊണ്ട് വെച്ചെടുത്ത് കാണും. നല്ല ആളാ. ഇവിടെ വന്നിട്ട് വന്നാട്ടെ വന്നാട്ടെ. നമസ്കാരം. നമസ്കാരം. ഞാൻ വിചാരിച്ചു ഈ മേനോനെ താൻ മറന്നു കാണുമെന്ന്. നന്നായി. എന്നാ പിന്നെ ഞാൻ ഇതുവരെ വരണോ? അല്ല മേനോനെ, ഒരിടത്തും കാണാത്ത ഒന്നാണല്ലോ പെണ്ണ് വീട്ടുകാർ ചെറുക്കന്റെ നാട്ടിൽ വന്ന് കല്യാണം നടത്തുന്നത്. എല്ലാവർക്കും ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാത്തിനും കിടന്നോടാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പണിക്കരെ. അത് മനസ്സിലാക്കി ചെറുക്കന്റെ അച്ഛനാ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. വാ വാ. നിങ്ങൾ വരുന്നല്ലേ? പിന്നെ അറിയാം. നമസ്കാരം. നമസ്കാരം. അതുപോലെ എനിക്ക് അല്പം തിരക്കുണ്ട്. ചടങ്ങ് കഴിയുന്നവരെ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. ടൗൺ ഹാളിൽ CM പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങൾ പോലീസുകാരുടെ പരിപാടിയാ. ഒഴിവാക്കാനേ പറ്റിയില്ല. രമേശ് ഇവിടെ ഉണ്ടാവും. രമേശ് എന്തൊക്കെയുണ്ട്? സുഖം. നമസ്കാരം. ഞാൻ പറഞ്ഞിട്ടില്ലേ, രാമകൃഷ്ണൻ സാർ ഏജിയാ.
ഇത് മകനാ രമേശ്. നമസ്കാരം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. എവിടെ കല്യാണ സെക്കൻ? അകത്തുണ്ട്. വന്നടാ വന്നട്ടെ. രമേശ്. എന്താ എന്തിനാ കരയുന്നത്? ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. വെറുതെ കരഞ്ഞു തീർക്കാനുള്ളതല്ല, മതിയാവോളം ആസ്വദിക്കാനുള്ളതാ. ഞാൻ ഭാഗ്യവതിയാണ്. ഒരു വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത എനിക്ക് അങ്ങേ ഭർത്താവായി കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. വായ് തുറന്ന് മിണ്ടാൻ പോലും കഴിയില്ലെന്നറിഞ്ഞിട്ടും എന്നെ ഭാര്യയായി സ്വീകരിച്ച അങ്ങയെ ഞാൻ എന്റെ ജീവന്റെ ജീവനായി സ്നേഹിക്കും. ദയവായി ഈ ഊമയെ വെറുക്കരുത്. ആര് പറഞ്ഞ എന്റെ മായക്കുട്ടിക്ക് മിണ്ടാൻ കഴിയില്ലെന്ന്? ഈ കണ്ണുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ഉള്ളു മുഴുവൻ സ്നേഹമാണെന്ന് അറിഞ്ഞുകൊണ്ടാ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. അമ്മേ മഹാമായേ, ഈ കാണുന്ന സമ്പത്തെല്ലാം ഇതുപോലെ എന്നും നിറഞ്ഞു നിൽക്കാൻ കനിവുണ്ടാകണമേ ദേവി മഹാമായേ. എന്റെ അമ്മേ, ഞാൻ എന്താ ഈ കാണുന്നേ? ലക്ഷ്മി പൂജ കഴിഞ്ഞ് തിരിഞ്ഞതും സാക്ഷാൽ മഹാമായ മുന്നില്. മനോഹരമായ ചായ പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം. ആ, ഇന്നു മുതല് നീയാണ് ഈ വീട്ടിലെ മഹാലക്ഷ്മി. എന്നും രാവിലെ മോളെ കനുകണ്ടിട്ട് വേണം ഈ അച്ഛൻ ഉണരാൻ. ഓ, എന്തൊരു ഐശ്വര്യമാണ് ആ മുഖത്ത്. എന്റെ ദൈവമേ, ഞാൻ എന്തേക്കും? ഓളോടാരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഇതൊന്നും ശീലമില്ലാത്ത കുട്ടിയല്ലേ? ഇതങ്ങോട്ട് കുടിച്ച്. ഹാർലിക്സാ, അടുക്കള കയറി അമ്മ തന്നെ ഉണ്ടാക്കിയതാ. കുടിക്ക്. ഇങ്ങോട്ടിരുന്നേ. മോള് കുടിക്കുവോ? ദേ, അമ്മ ഒരു കാര്യം പറയട്ടെ, ഇത്തരം പണികളൊന്നും മോള് ചെയ്യരുത്. ഇതൊക്കെ നോക്കാൻ ഇവിടെ വേറെ 3 പെണ്ണുങ്ങളുണ്ടെന്നേ. ദേ, അവരോടൊന്നും മോള് അധികം അടുത്ത് ഇടപെടാണ്ട. വൃത്തികെട്ട ഇനങ്ങളായില്ല. ആ മൂത്തവളില്ലേ ചന്ദ്രിക, ദരിദ്രവാസി, കാശിന് വകയില്ല. മുഖത്ത് നോക്കി ആ ദിവസം വെള്ളം കിട്ടില്ല. പിന്നെ രണ്ടാമത്തോള് ആ ഉണ്ടപത്രോസ്, ആഹാ പഴയ, സംസാരിക്കാൻ കൂടി കൊള്ളില്ല. എന്തെങ്കിലും പറഞ്ഞ കലിതുള്ളി വരുമെന്ന്. ഒരിക്കലേ എന്റെ നേരെ കയ്യൂങ്ങി അവള്. കേക്കണോ കഥ? പിന്നെ ആ പട്ടത്തി എന്റെ മോനെ പ്രേമിച്ച് കെട്ടിയതാ. വലിയ ശമ്പളക്കാരിയാണെന്നാ ഭാവം. അഹങ്കാരി. മോട കാലേ കിടക്കുന്ന ചെരുപ്പിന് തികയോ അവളുടെ 1 മാസത്തെ കിമ്പളം. അവളോടും മോള് മിണ്ടാൻ പോകണ്ട. അമ്മ ഈ പറയുന്നതൊക്കെ മോട നല്ലതിന് വേണ്ടിയിട്ടാ. മോക്ക് എന്ത് വിഷമം ഉണ്ടായാലും അമ്മയുണ്ട്. അമ്മ, അച്ഛൻ, അച്ഛൻ, അമ്മ. ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രം കേട്ടാ മതി മോള്, കേട്ടോ. ആ, അമ്മ പോയി കാപ്പിയും പലഹാരം എടുത്ത് വയ്ക്കട്ടെ. ആ, ഇത് മുഴുവൻ കുടിക്കേ. ആ, ഇനി മോള് റെസ്റ്റ് എടുക്ക.
നോക്കി നിൽക്കാതെ കുറച്ച് ചോറ് കൂടി വിളമ്പ്. അയ്യോ അയ്യോ വേണ്ട, ഒന്ന് പോയി ഞാൻ കേട്ടോ. രാത്രിയിലധികം ഭക്ഷണം ആ, കഴിക്കാം. ഇച്ചിരി ഇപ്പൊ തന്നെ കൂടുതലാ. ഞാനാണെങ്കിൽ നേരെ മറിച്ച 4 നേരവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും. അതാ എന്റെ ഒരു ശീലം. ലേശം കൂടി ഇങ്ങോട്ട് വിളപ്പിക്കേ. ദാ വരുന്നു. മേനോനെ, ഞാനൊരു കാര്യം പറഞ്ഞാ ഒന്നും തോന്നരുത്. പല നാട്ടിലും പോയി ഈ പഞ്ഞുമില്ല് നടത്തി കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇവിടെയെങ്ങാനും ഒരു ഇരുമ്പ് കമ്പനി തുടങ്ങി കൂടെ. അതാകുമ്പോ വയസ്സുകാലത്ത് മേനോന് വിശ്രമിക്കാം, ജയദേവിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ചെയ്യാം. ഞാനും അത് സൂചിപ്പിക്കാണ്ടിരിക്കുകയായിരുന്നു. എന്താ രണ്ടാൾക്ക് ഇരുമിനോട് ഇത്ര പ്രിയം? ഇരുമ്പാണെങ്കിൽ തുരുമ്പ് പിടിച്ചാലും കിലോ കണക്കിന് തൂക്കി വിറ്റ് കാശാക്കാം. ഈ പഞ്ഞിയാകുമ്പോ ഒരു തീപ്പൊരി വീണാ മതി, എല്ലാം തീർന്നില്ലേ? നമുക്ക് ആലോചിക്കാം. ജയനെ മോളെയും കൂടെ കൂട്ടി പോണെന്നാ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അതുകൊണ്ട് വേണ്ട. എന്നാ കുറച്ചു ദിവസം ഞാനിവിടെ തങ്ങാമെന്ന് വിചാരിച്ചാലോ? വലിയ 100,000 പ്രശ്നങ്ങളല്ലേ. ഒരു കാര്യം ചെയ്, രണ്ടാളും കൂടി അങ്ങോട്ട് വരിക. അച്ഛൻ വരട്ടെ മോളെ. പിന്നെ എന്റെ മൂക്കിവിടെ ഒരു കുറവും വരരുത്. അയ്യോ, മേനോൻ എന്താ അങ്ങനെ പറഞ്ഞത്? മായ ഇനി വന്ന് ഞങ്ങളെ കൂടെ മകളല്ലേ, അവക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാകില്ല. അയ്യോ എന്ത് പ്രാന്തായി കാണിക്കുന്നു. പോടി അവിടുന്ന്. പ്രാന്തമല്ല, കൊച്ചിന്റെ മുഖത്ത് കൊതു കളിക്കണല്ലേ. ഞാനും കാണുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് മാറ്, നിനക്കെന്തറിയാം? ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കാം. കൊതു കൊച്ചിന്റെ മുഖത്ത് കളിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, രാത്രി യാത്രയില്ല. ഓ ആ. അയ്യേ എന്താ മോളെ, അച്ഛൻ പോകുമ്പോ കരയുന്നോ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അപ്പോ പോട്ടെ. അച്ഛന്റെ മോൻ കരയണ്ടേട്ടാ. അച്ഛനിപ്പൊ കുളിച്ചിട്ട് വരേ. തക്കിട് മോൻ കരയണ്ടേ. പോരാട്ടാ. മീനാക്ഷി, കൊച്ചു കരയിനാടി, ചെന്നെടുക്ക്. ഓ എണീറ്റ് കുംഭകർണൻ തന്നെത്താനൊന്നും എടുത്ത് നോക്കിയാലെന്താ? കൈ കൊള്ളൂ. മായേ, മോൻ കരയുന്നു. അടുപ്പത്ത് പാലിരിപ്പുണ്ട്, തിളച്ചു പോകാൻ നോക്കണേ. ഞാൻ ഇപ്പൊ വരാം. മോളെ, ഈ അടുക്കളപ്പണിയൊക്കെ നിന്നോട് ചെയ്യണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ അവിടെ കിടന്നോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ ഇരുന്നേ. നോക്ക്, ഈ മുടി പിന്നിരിക്കുന്ന ഇങ്ങനെയാ മുടി പിന്നുന്നേ? ഓ മോൻ ഉറങ്ങിക്കോട്ടോ. ഉറങ്ങിക്കോ. നല്ലോണം ചീകി പിന്നി പൂവൊക്കെ വെച്ച് വേണം നടക്കാൻ. ഇപ്പൊ അസലൊരു തമ്പരാട്ടിക്കുട്ടിയെ പോലെയായി. ഇനി മോള് ടി വി കണ്ടോളൂ. എന്താണത്ര ധൃതി? പെണ്ണിനെ പരിചയപ്പെടുത്തട്ടെ. അല്ല, അതെല്ലാവർക്കും അറിയാലോ. എന്നാലും പെണ്ണിനെ കൂടെ പരിചയപ്പെടുത്തും. ഈശ്വര, കുഞ്ഞിനെ എന്തു കൊടുക്കും? മുഴുവൻ തിളച്ചു പോയല്ലോ. ഈ നിക്കണ എന്റെ മോള് മാളുവാണ് വധു. കല്യാണം കൊട്ടാരം വീട്ടി വെച്ച് ഏറിയ മുഹൂർത്തമൊക്കെ എല്ലാവരെയും അടുക്കളയിലോട്ടൊന്ന് കയറി എന്നിട്ട് സൗന്ദര്യം തേഞ്ഞു പോവോ? നീ ഒരു പെണ്ണല്ലേ? കുഞ്ഞിന് കൊടുക്കാനുള്ള പാല തിളച്ചു പൊന്താൻ നോക്കണം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? വന്നിരിക്കുന്ന ഒരു അകത്തമ്മ മിഴിച്ചു നിക്കണുണ്ടല്ലേ? ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ. വേറൊരു ചോദ്യം. റോഡിന് ഇരുവശവും തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? റോഡിന് നടുവിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ വണ്ടിയും കാറും ഒന്നും പോവില്ല. എന്റെ അമ്മച്ചി സാക്ഷരയുടെ ഓരോ പോക്കേ. ഇന്ന് മുടിയൊന്ന് പിന്നെ തരാവോ? മോളെ, ചിറ്റയുടെ കൈ ഒഴിവില്ലല്ലോ. മായച്ചിട്ട് വെറുതെ ഇരിക്കല്ലേ, ചെല്ലി കെട്ടിത്തരും. അങ്ങോട്ട് ചെല്ലേണ്ട താമസം. ഇപ്പൊ കെട്ടിക്കൊടുക്കും. അതെന്താ മീനാക്ഷി? കേക്കണോ ചേച്ചിക്ക്? കുഞ്ഞ് കരയെന്ന് കേട്ട് അടുപ്പത്തിരുന്ന് പാൽ അവളെ ഏൽപ്പിച്ച് ഞാൻ അകത്തേക്ക് പോയി. തിളച്ചു പോവാതെ നോക്കണേന്ന് ആ മഹാറാണിയോട് പറഞ്ഞേച്ചാ പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോ എന്റെ ചേച്ചി പാല് മുഴുവനും തിളച്ചു പോയിരിക്കുന്നു. ആ അസത്ത് ടിവിയും കണ്ടോണ്ടിരുന്ന അല്ലാതെ തിരിഞ്ഞു നോക്കിയില്ല. അഹങ്കാരി. ഛേ, മനഃപൂർവ്വമായിരിക്കില്ല, മറന്നുപോയതാവും. ഒന്നുമല്ല, വാമദേവൻ ചേട്ടൻ ഇന്നലെ കാലത്ത് കുളിക്കാൻ ചെല്ലുമ്പോ കുളിമുറിയിൽ ബ്രഷ് വാലിട്ട് പതപ്പിച്ച് നിക്കവള്. അനങ്ങിയില്ല. ആളുകൾ കുളിക്കാൻ ചെല്ലുമ്പോ അവക്കൊന്ന് മാറിക്കൊടുത്താലെന്താ? പണക്കാരിയാണെന്ന് ഹുങ്ക്. അയ്യോ, അവളെ കണ്ടാൽ അങ്ങനൊന്നും പറയത്തില്ലല്ലോ. മിണ്ടാൻ വയ്യാത്ത കുട്ടിയല്ലേ, പാവാണല്ലോ എന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. നല്ല പാവം. ആ തള്ളയെ തലയെ കെറ്റി വെച്ചിരിക്കുന്നത്.
ആഹാ, എന്താ ചന്ദ്രേശി ഇത്? ഞാൻ അമ്പലത്തിൽ പോകുമ്പോ തലച്ചുറ്റിലാണെന്ന് പറഞ്ഞ് കടന്നിരുന്ന ആളല്ലേ? വയ്യാത്തപ്പോ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോന്നേ? മാറിയെന്നാ ഞാൻ ഇളക്കിക്കൊള്ളാം. സാരമില്ല ശ്രീദേവി, ഇപ്പൊ കഴിയും. ഇതൊക്കെ മായുടെ പണികളല്ലേ? അമ്മ എടുത്തിട്ട് തന്ന് ഇനി മുതൽ ഇതും കൂടെ ഞാൻ തന്നെ നനയ്ക്കണമെന്ന് പറഞ്ഞു. ഓഹോ, അത് കൊള്ളാം. തള്ളേത് പറയാനും മരുമോൾ അനുസരിക്കാനും. ചേച്ചി ആരായി വീട്ടിലെ? ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുള്ളൂ, വേറെ ആരെയും പറയില്ല. മായക്ക് സംസാരിക്കാനല്ലേ കുഴപ്പമുള്ളൂ, കൈക്കും കാലിലും കുഴപ്പമൊന്നുമില്ലോ. എവിടെയുള്ളു മായേ? പരീക്ഷയ്ക്ക് പഠിക്കുക? ഒന്നിറങ്ങി ഒരു ഒപ്പ് വിട്ടേക്കാം. ശ്രീദേവി വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട. അച്ഛനകത്തുണ്ട്. ചന്ദ്രേച്ചൊരു കാര്യം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ശരി ശരി, ഇങ്ങോട്ട് മാറിയുന്നു. ഇങ്ങോട്ടേക്ക്. നീ ആരാണോ നിന്റെ വിചാരം? വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിലേ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി, ഇവിടെ ചെലവാകത്തില്ല. ഇതാരാന്നറിയാവോ നിനക്ക്? ഈ വീട്ടിലെ മൂത്ത മരുമോളാ, നിന്റെ അമ്മയുടെ സ്ഥാനവാ. നീ ഉടുത്തുന്ന അറിയാ വിഴുപ്പലകല്ല അവരുടെ ജോലി. നിനക്ക് ബാല്യക്കാരൊന്നുമില്ല ഇവിടെ. അങ്ങോട്ട് മാറിയുന്ന തുണി വെച്ചേ. നനയ്ക്ക്. നീ നനച്ചാലും തുണിയുടെ അഴുക്ക് പോവും കേട്ടോ. നനയ്ക്ക്, നനച്ച് പഠിക്ക്. വാ ചന്ദ്രേച്ചി. അയ്യോ എന്റെ ദൈവമേ, മായക്കുട്ടി, ഞാൻ എന്തായി കാണുന്നത്? എന്താ മോളെ ഇത്? വന്നേ ഇങ്ങോട്ട്. ഇതിനാണോ കഴുത്ത് നിറച്ച് പൊന്നോട്ട് മോടെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? വരൂ വരൂ. കഴുത്തിലെ പണ്ടവും പൊന്നൊന്നും തുണി നനയ്ക്കുന്നോണ്ട് ഉരുവത്തില്ല. മായ പറഞ്ഞനുസരിക്ക്. അവളെന്നൊക്കെ പറയും, മോൾ ഇങ്ങോട്ട് വരുന്നേ. മായെ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്കും കിട്ടും, വേറെ ചിലർക്കും കിട്ടും. ജയദേവാ, മോനെ ജയദേവാ. ജയദേവൻ വരട്ടെ, നീ നനയ്ക്ക്. ഇങ്ങോട്ട് വരാൻ. ജയദേവാ, മോനെ ജയദേവാ, നീ ഇതൊന്നും കാണുന്നില്ലേ? അവളെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താനാണോ നീ കെട്ടിക്കൊണ്ടുവന്നത്? എന്താണെന്നോ? ആ ഭദ്രകാലയിൽ എല്ലാം കൂടെ ചേർന്ന് ഈ വീട്ടിലുള്ള വിഴുപ്പ് മുഴുവനും അവളെ കൊണ്ട് അലക്കിക്കുക. നീ അവിടെ ഭർത്താവല്ലേ? ഒന്ന് പോയി ചോദിക്കടാ. അത്രക്കായോ? ആ അത് തന്നെ, പോയി ചോദിക്ക്. പാവം. കണ്ടോ കണ്ടോ? നിർത്ത്. നിന്നോടാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? അവളെ വിളിച്ചു ചോദിക്കാം, അവളെ വിളിക്കാം. എന്റെ ഭാര്യയെ കൊണ്ട് വിഴുപ്പലക്കി ആർക്കാത്ര ധൈര്യം? ചോണം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. തൊലച്ചോ എല്ലാത്തിനെയും. നിർത്തറ. ആരെയാ നീ വെല്ലു വിളിക്കുന്നേ? പിന്നമിടുക്ക് നിന്റെ പെണ്ണിനോട് മതി. ഞങ്ങളുടെ മെക്കിട്ടേറാൻ വന്നാലേ വായി പല്ല് കാണത്തില്ല. അത് ആരായാലും ശരി. ഞാൻ തന്നെ അവളോട് തുണി നനയ്ക്കാൻ പറഞ്ഞത്. എന്ത് ചെയ്യും നീ? നിന്റെ ഭാര്യയുടെ വീഴ്പ്പ് അവൾ ഇളക്കാതെ പറഞ്ഞ് ഞങ്ങൾ ഇളക്കി കൊടുക്കണോടാ? അതെ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവൾക്കില്ല. നിങ്ങളെ പോലെ പിച്ചക്കാരിയല്ല ഇവള്. എന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തിനൊത്തൂടെ ജീവിക്കും. സഹിക്കാൻ പറ്റാത്തവരെ ഇറങ്ങി പോണ ഇവിടുന്ന്. എങ്ങോട്ടാണ് ഇറങ്ങി പോണ്ടത്? പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിക്കൊണ്ടിരുന്ന കാശിന് 4 നേരം വെട്ടി വിഴുങ്ങിച്ചെന്ന് വീമ്പളക്കുന്നു. ഇവൻ ഈ ഊതി പെരുപ്പിച്ച് വെച്ചിരിക്കുന്ന തടിയെ അതുപോലെ ഞങ്ങളുടെ ചോറ. അറിയാമോ നിനക്ക്? ഇടം മെയ്യണെങ്കിൽ 4 കാശ് ഉണ്ടാക്കിച്ച് വന്നിട്ട് ഈ വാചകം കടിക്കറ. മതിയാക്കില്ലെങ്കിൽ എന്തോ നീ? ആരോടാ നീ കൈകൊണ്ട് സംസാരിക്കുന്നത്? നിനക്ക് ഇങ്ങനെ വിവരല്ലേ? നിന്നൊക്കെ ഇളവല്ലവൻ. കേട്ടില്ലേ അവൻ പറഞ്ഞത്? ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ. പറഞ്ഞു. എനിക്കൂടെ ആവശ്യപ്പെട്ട് വിടാറുണ്ട്. നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത്? എടുത്തിനാണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തോ മാള ഇവിടെ അങ്ങ് പറഞ്ഞു നിന്നാ കേൾക്കാലോ തോറ്റപ്പാട്ട്. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ തറവാടിലെ തലകുത്തി നിർത്തുമല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. അയ്യോ ഇവിടെ ആൺപിള്ളേരെക്കാളും തന്നെയുടെ ഈ പെൺപിള്ളേർക്കാ. അയ്യോ അച്ഛ, അമ്മ അതിന് എല്ലാത്തിനും കാണണം. അച്ഛൻ ഒന്നും പറയണ്ട, ഞാൻ എല്ലാത്തിനും കേട്ടോണ്ടിരിക്കുന്നു. പറയണ്ടെന്ന്. മായയോട് അവളുടെ തുണി തന്നെ അലക്കാമെന്ന് ശ്രീദേവി പറഞ്ഞു. അതുടനെ ചെന്ന് ഊതി പെരുപ്പിച്ച് അമ്മ ഇവരോട് പറഞ്ഞു. മക്കളെ അവിടെ വഴിക്ക് വിട്ട വല്ല പ്രശ്നമുണ്ടോ? അല്ലാതെ അവരെ തമ്മിൽ കുത്തിത്തിരിപ്പിക്കാൻ നോക്കിയാലേ തറവാട് തലകുത്തുകല്ല, തകർന്ന് തരിപ്പണമാകും. എല്ലാരോടും കൂടി പറയുക, പരസ്പരം തമ്മിത്തലി കുടുംബം തുലയ്ക്കരുത്. ഇത്തിരി പഠിപ്പുണ്ടെന്നും 4 കാശ് സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട. ഇവിടെ ആരും അഹങ്കരിച്ചിട്ടൊന്നുമില്ല, ന്യായം പറഞ്ഞതേ ഉള്ളൂ. ന്യായം പറയാൻ ഇത് കോടതിയല്ല, കുടുംബമാണ്. ശ്രീദേവി, നിനക്കിവിടെ എന്താ കാര്യം? അവളോട് ഇത്രയും പറഞ്ഞ പോരായിരുന്നു. കരണത്തിട്ട് 2 കൊടുക്കുക വേണ്ടത്. കഴിവരുടെ മാളെ കൊന്നു കളയും ഞാൻ. ഇവറ്റകളുടെയൊക്കെ ശമ്പളം വാങ്ങി പെട്ടി വെച്ച് പൂട്ടുന്നത് നിനക്ക് സഹിക്കത്തില്ലല്ലേ? ഇനി മേലെ പിള്ളേരുടെ കാര്യത്തിലെങ്ങാൻ തലയിട്ടാൽ ചവിട്ടതിന്റെ എല്ലാം എടുക്കും ഞാൻ. പോകത്ത് ഇപ്പൊ പോന്ന് പറയും. രാത്രിയാകുമ്പോ കൊതു കടിക്കുന്നു, വാ വന്ന് പറയണേ.